Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. നമ്മുടെ വീട്ടിലത്തേക്ക് മാത്രമല്ല ചെറിയൊരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കാണുന്ന ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമുക്കിതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഈന്തപ്പഴവും പഴവുമാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് മിക്കവാറും പേരുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് ഈന്തപ്പഴം. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 പഴവും എടുത്തിട്ടുണ്ട്. 2 പഴം എന്ന് പറഞ്ഞാൽ അത് ചെറിയ പഴം, അതിൻ്റെ പേരിലാണ് 2 പഴം എടുത്തത്. ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ചെറിയ ചെറിയ കട്ടയായിട്ടൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ പേരിലാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച 2 പഴവും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 500 ml പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ഫ്രഷ് മിൽക്കാണ്, ചൂടാക്കിയ പാലൊന്നുമല്ല. നമുക്ക് ആകെ വേണ്ടത് 1 ലിറ്റർ പാലാണ്. അതിൽ 500 ml എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 1 ലിറ്റർ പാല് ഇപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലതുപോലെ സ്മൂത്തി ആയിട്ട് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ 6 ലിറ്റർ പാല് മാത്രം ചേർക്കുന്നത്. അപ്പോൾ ഈ 6 ലിറ്റർ പാല് കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ഫുള്ള് കസ്റ്റർഡ് പൗഡർ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നൽകുന്നത് വാനില ഫ്ലേവറിലുള്ളതാണ്. ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ ലൈറ്റ് യെല്ലോഷ് കളറില്ല, വൈറ്റ് കളറിലുള്ളതാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും പ്രശ്നമില്ല. ഏതായാലും സെയിം ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. വൈറ്റ് ആയാലും യെല്ലോ ആയാലും സെയിം തന്നെയാണ്. ഇനി ഇത് ഇത്രയും നമുക്ക് നല്ല സ്മൂത്തി ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നാൽ ശരി, ഞാൻ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും തരിയൊന്നും ഇല്ലാതെ തന്നെ എടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ആ ഈന്തപ്പഴത്തിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഇങ്ങനെ ഇതിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് ചെറിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ തൊലിയൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ മാറ്റിയത് എന്തെന്ന് വെച്ചാൽ ആ ചെറിയ ചെറിയ കറുപ്പൊക്കെ ഇങ്ങനെ മാറിക്കിട്ടും. അതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ റമദാന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആ കറുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാതെ വേണം നമ്മൾ പാനിലേക്ക് ചേർക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി പാൽ കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടയായിട്ട് പോകും. അതിൻ്റെ പേരിൽ ഫ്ലെയിം വെക്കാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കൈ എടുക്കാതെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായിട്ട് പോകും. പ്രത്യേകിച്ച് നമ്മളിതിൽ കസ്റ്റേർഡ് ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. അതിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചാലും പ്രശ്നമില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ അടുക്കി പിടിക്കും പെട്ടെന്ന് തന്നെ. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പാലിന് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. അല്ലാതെ തന്നെ ഈന്തപ്പഴത്തിൽ മധുരം ഉള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് മധുരം മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതിയാവും. വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി യെല്ലോയിഷ് കളർ ഇതിനുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട്. ഇപ്പോൾ തന്നെ ഇത്രയും കട്ടിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. ഇതുപോലെ കട്ടയില്ലാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈന്തപ്പഴത്തിൻ്റെയും പഴത്തിൻ്റെയും കസ്റ്റേർഡിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് തയ്യാറാക്കി കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബൗൾ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു നോർമലായിട്ടുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ബൗള്. ആ 4 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഓർഞ്ഞിട്ട് കട്ടയായിട്ട് പോകും. അതിൻ്റെ പേരിൽ നമ്മൾ ചൂടോടെ തന്നെ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കണം. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഫ്രീസറിലേക്കാണ് ഇത് മാറ്റുന്നത്. 2 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ തണുത്തിട്ട് വരും. ഭയങ്കര കട്ടയായിട്ടൊന്നും വരില്ല, കാരണം 2 മണിക്കൂറിലേ വെക്കുന്നുള്ളൂ. അത്രയും സമയം കൊണ്ട് ഇത് ഇത്രയും നല്ലതുപോലെ ഐസ് ആകില്ല, പക്ഷെ നല്ലതുപോലെ തണുത്തിട്ട് കിട്ടും. എന്നാൽ ശരി, ഞാൻ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം ഫ്രീസറിൽ വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. നന്നായിട്ടത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ജെല്ലി പോലെയാണ് ഇതുള്ളത്. നിങ്ങൾക്ക് ഇതിനെ ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുഡിംഗ് എന്ന് പറയാം, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. കാരണം ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഈന്തപ്പഴത്തിൻ്റെ നേർപകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കൈവച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് എടുക്കാം. ഒരു ഈന്തപ്പഴം 2ആയിട്ട് എടുത്തിട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ ചെറുതായിട്ട് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ള എള്ള ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിത് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്വീറ്റ് ഡെസേർട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാർ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.